PSG-ക്കെതിരെ സ്വന്തം ഗ്രൗണ്ടിൽ ആർസണൽ 1-0 പരാജയപ്പെട്ടത് കുറച്ചൊരു ഷോക്ക് എല്ലാവർക്കും ഉണ്ടാക്കി. കാരണം കുറച്ചും കൂടെ മികച്ച പെർഫോമൻസ്, അതായത് നല്ലൊരു ഡൊമിനേറ്റിംഗ് ഗെയിം ആർസണലിന്റെ ഭാഗത്ത് നിന്നുണ്ടാകുമെന്നായിരുന്നു പ്രതീക്ഷിക്കുന്നത്. കാരണം സ്വന്തം ഗ്രൗണ്ടാണ്, എമിറേറ്റ്സ് സ്റ്റേഡിയത്തിലെ കാണികളുടെ ആ ഒരു പിന്തുണയിലൊക്കെ ആർസണലിന്റെ ഭാഗത്ത് നിന്ന് നല്ലൊരു പെർഫോമൻസ് എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നു. പ്രത്യേകിച്ച് കഴിഞ്ഞ ചാമ്പ്യൻസ് ലീഗിന്റെ ആദ്യ ലെഗ് ക്വാർട്ടറിൽ റയൽ മാഡ്രിഡിനെ 3-0 പരാജയപ്പെടുത്തിയതിന്റെ ആ ഒരു ആത്മവിശ്വാസമൊക്കെ ഉണ്ട്. അപ്പൊ അത് വീണ്ടും ആവർത്തിക്കും എന്നുള്ള സൂചനകളൊക്കെ ആർട്ടേറ്റ ഇങ്ങനെ പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിൽ സൂചിപ്പിച്ചിരുന്നു. പക്ഷെ എന്തായാലും അതൊന്നും ഉണ്ടായില്ല. 4-ാം മിനിറ്റിൽ തന്നെ PSG ശരിക്കും മത്സരം ആർസണലിൽ നിന്ന് ഹൈജാക്ക് ചെയ്തു എന്ന് പറയേണ്ടി വരും. കാരണം ആ ഒരു മെന്റൽ ഗെയിമിൽ അവർക്ക് ശരിക്കും ഒരു ഡൊമിനേഷൻ ലഭിച്ചു എന്നുള്ളതാണ്. കാരണം ആരും പ്രതീക്ഷിച്ചില്ല. ആർസണൽ ആകെ അങ്ങ് പതറിപ്പോയി. 4-ാം മിനിറ്റിൽ ഒരു ഗോൾ വഴങ്ങിയതോടുകൂടി പിന്നീട് തിരിച്ചു വരാൻ തന്നെ ഗണ്ണേഴ്സ് ഒരുപാട് സമയമെടുത്തു. ആദ്യത്തെ ഒരു അരമണിക്കൂർ ശരിക്കും PSG-യുടെ ഒരു ഡൊമിനേഷൻ ആയിരുന്നു. അവർ ശരിക്കും ആർസണലിനെ ഔട്ട്പ്ലേ ചെയ്തു എന്ന് നമുക്ക് പറയേണ്ടി വരും. 4-ാം മിനിറ്റിലെ ആ ഒരു ഗോൾ ഒരു ടീം എഫേർട്ടിന്റെ റിസൾട്ട് തന്നെയായിരുന്നു. 27 പാസുകൾക്കൊടുവിലാണ് ആ ഒരു ലീഡ് നേടുന്ന ഗോള് PSG സ്കോർ ചെയ്തത്. ഡെംബലെയാണ് ആ ഒരു പന്ത് മുന്നോട്ട് കൊണ്ടുവരുന്നത്. അങ്ങനെ ഡെംബലയിൽ നിന്ന് ആ പന്ത് നേരിട്ട് ക്വിച്ചയിലെത്തുന്നു. ക്വിച്ചയാണെങ്കിൽ ബോളുമായിട്ട് ബോക്സിനുള്ളിലേക്ക് കടന്നു കയറി ഒരു കട്ട് ബാക്കിലൂടെ ഡെംബലേക്ക് മറിച്ച് നൽകുന്നു. പിന്നീട് കണ്ടത് ഡെംബലയുടെ ഒരു ഫിനിഷായിരുന്നു. എന്തായാലും അത് വലിയ ഒരു ആശ്വാസമാണ് PSG-ക്ക് നൽകിയത്. കാരണം ഏർലി ലീഡ് നേടാൻ സാധിച്ചതോടുകൂടി PSG ആ കളിയിലെ ആ ഒരു മെന്റൽ ഗെയിമിൽ അവർക്കൊരു ആധിപത്യം സ്ഥാപിക്കാൻ സാധിച്ചു. പിന്നീടും ഒരുപാട് അറ്റാക്കുകൾ നമുക്ക് കാണാൻ സാധിച്ചു. മാർക്കിനസിന്റെ ഒരു ഹെഡർ അറ്റംപ്റ്റ് ഉണ്ടായിരുന്നു, അത് ഡേവിഡ് റായ സേവ് ചെയ്തു. പിന്നെ അത് കൂടാതെ 2 ചാൻസസ്, ഒന്ന് ഡിസറെ ഡുബൈയുടെ ഒരു ഷോട്ട് റായ സേവ് ചെയ്തു. പിന്നീട് അതിന്റെ റീബൗണ്ട് ഫാബിയാൻ റൂയിസിന് സ്കോർ ചെയ്യാൻ സാധിച്ചില്ല, അത് പോസ്റ്റ് തട്ടി പുറത്തേക്ക് പോയി. അപ്പം ഇങ്ങനെയുള്ള ചാൻസസ് ഉണ്ടായിരുന്നു. പിന്നെ കളിയുടെ കുറച്ച് അവസാനം, അതായത് ഫസ്റ്റ് ഹാഫിന്റെ അവസാനമാണ് ആർസണലിന് ഒരു ഓപ്പൺ ചാൻസ് ഒക്കെ ലഭിച്ചത്. ശരിക്കും ഒരു ഫസ്റ്റ് ചാൻസ് എന്ന് പറയുന്നത് സാക്കയുടെ ഒരു ക്രോസിൽ നിന്ന് മാർട്ടിനെല്ലിക്ക് ഗോൾ നേടാനുള്ള ഒരു അവസരം ഉണ്ടായിരുന്നു. പക്ഷേ സാക്കയുടെ ക്രോസ് കറക്റ്റായിട്ട് കണക്ട് ചെയ്യാൻ മാർട്ടിനെല്ലിക്ക് സാധിച്ചില്ല. അത് കണക്ട് ചെയ്യപ്പെടുകയാണെങ്കിൽ ചിലപ്പോൾ അത് ഗോളായി മാറുമായിരുന്നു. പിന്നെ ഫസ്റ്റ് ഹാഫ് അവസാനിക്കുന്നതിന് തൊട്ട് മുമ്പ് ഒരു ഗോൾഡൻ ചാൻസ് മാർട്ടിനെല്ലിക്ക് ലഭിച്ചു. അത് പക്ഷേ ഡൊണാരുമയുടെ ഒരു തകർപ്പൻ സേവ് വഴി ഇല്ലാതായി എന്നുള്ളതാണ്. ഡൊണാരുമയുടെ ഒരു പെർഫോമൻസ് ഔട്ട്സ്റ്റാൻഡിംഗ് എന്ന് പറയേണ്ടി വരും. ഇപ്പൊ ഡെംബലയുടെ ഗോൾ അവിടെ നിൽക്കുമ്പോൾ തന്നെ ഡൊണാരുമയുടെ സേവുകൾ 4-5 തകർപ്പൻ സേവുകൾ ഉണ്ടായിരുന്നു. അതിൽ തന്നെ ഏറ്റവും മികച്ച 2 സേവുകൾ ഫസ്റ്റ് ഹാഫിന്റെ അവസാനം, പിന്നെ സെക്കൻഡ് ഹാഫിന്റെ തുടക്കത്തിൽ ട്രൊസാർഡിന്റെ ഗോളെന്ന് ഉറപ്പിച്ച ഷോട്ട് ഒരു ഫിംഗർ ടിപ്പ് സേവിലൂടെ ഡൊണാരുമ ഇല്ലാതാക്കുന്നു. അപ്പോൾ ഡൊണാരുമയുടെ ഒരു പെർഫോമൻസ് ആസ്റ്റൺ വില്ലക്കെതിരെ നമ്മൾ കണ്ടിട്ട് ഇപ്പം തുടർന്നുകൊണ്ടിരിക്കുക. PSG-യുടെ ശരിക്കും ഒരു എക്സ് ഫാക്ടറായിട്ട് ഡൊണാരുമ മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. പിന്നെ സെക്കൻഡ് ഹാഫിന്റെ തുടക്കത്തിൽ തന്നെ ആർസണലിന് സ്കോർ ചെയ്യാൻ സാധിച്ചെങ്കിലും അത് ഓഫ് സൈഡായി മാറി. അതൊരു തിരിച്ചടിയായി. ശരിക്കും മത്സരത്തിലേക്ക് തിരികെ വരാനുള്ള ഒരു അവസരമായിരുന്നു അത്. സെക്കൻഡ് ഹാഫിൽ കുറച്ചും കൂടി ഒരു എനർജറ്റിക്കായി കളിക്കുന്ന ആർസണലിനെയാണ് നമുക്ക് തുടക്കത്തിലൊക്കെ കാണാൻ സാധിച്ചത്. പക്ഷേ മിക്കൽ മെറീനോ ഓഫ് സൈഡായി മാറി. സെറ്റ് പീസിൽ നിന്ന് ഗോൾ നേടാനുള്ള ആ ഒരു അവസരം അവർക്ക് യൂട്ടിലൈസ് ചെയ്യാൻ സാധിച്ചില്ല. പിന്നെ അതിനുശേഷം നിരവധി അവസരങ്ങൾ ഒക്കെ 2 ടീമുകൾക്കും ഉണ്ടായിരുന്നു, പക്ഷെ ഒന്നും അത്ര ക്ലിനിക്കലായിരുന്നില്ല. പിന്നീട് സാക്കയുടെ ഭാഗത്തു നിന്നൊരു ഷോട്ടൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ അത് ഗോളായിട്ട് മാറിയില്ല. ഡൊണാരുമ സേവ് ചെയ്തു. ഡൊണാരുമ ഇങ്ങനെ ശരിക്കും ഒരു വിലങ്ങുതടിയായിട്ട് മാറി എന്നുള്ളതാണ്. പിന്നെ പറയാനുള്ളത് PSG-ക്ക് കുറച്ചും കൂടിയൊക്കെ മികച്ച വിജയം അവസാനം നേടാനുള്ളൊരു ചാൻസ് ഉണ്ടായിരുന്നു. ഒരു 2 ഗോളിനോ 3 ഗോളിൻ്റെയൊക്കെ ലീഡ് നേടി സെക്കൻഡ് റൗണ്ടിൽ അല്ലെങ്കിൽ സെക്കൻഡ് ലെഗിൽ, സെമിയുടെ സെക്കൻഡ് ലെഗിൽ പാരീസിൽ പോകാനുള്ള ഒരു അവസരം ഉണ്ടായിരുന്നു. ആദ്യം ജാവോ നെവസിൻ്റെ ഒരു ഷോട്ട് പുറത്തേക്ക് പോയി. പിന്നെ അത് കഴിഞ്ഞ് ബ്രാഡ്ലി ബാർക്കോളയുടെ ഒരു തകർപ്പൻ ഷോട്ട് ജസ്റ്റ് പുറത്തേക്ക് പോവുകയാണ് ഉണ്ടായത്. പിന്നെ ഗോൺസാലോ റാമോസിനും ഒരു ചാൻസ് ഉണ്ടായിരുന്നു, അതൊരു കിടിലൻ ചാൻസ് ആയിരുന്നു. പക്ഷെ അത് ക്രോസ് ബാറിൽ തട്ടി കഷ്ടിച്ച് ഗോളാകാതെ പോവുകയാണ് ഉണ്ടായത്. അപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ മൊത്തത്തിൽ PSG-ക്ക് അവസാനം ഒരു നല്ല ഒരു വിജയം നേടാനുള്ള ഒരു അവസരം കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് ഈ ഒരു മത്സരത്തെക്കുറിച്ച് പറയാനുള്ളത്. 2 ടീമുകളും തമ്മിൽ വലിയ വ്യത്യാസമൊന്നും മൊത്തത്തിൽ നമുക്ക് തോന്നുന്നില്ല. പക്ഷെ അങ്ങനെയാണെങ്കിലും PSG എല്ലാ മേഖലയിലും ശരിക്കും അവർ ആധിപത്യം പുലർത്തി എന്ന് പറയേണ്ടി വരും. കൂടുതൽ ഷോട്ടുകൾ 11 ഷോട്ടുകൾ PSG-ക്ക് ഉണ്ടായിരുന്നു. ആർസണൽ 10 ഷോട്ടുകളായിരുന്നു ആർസണലിന്റെ ഭാഗത്ത് നിന്ന്. പിന്നെ ഓൺ ടാർഗറ്റ് വരുമ്പോൾ PSG-ക്ക് 4 ആർസണലിന് 5 ഉണ്ടായിരുന്നു. പക്ഷേ പൊസിഷനിൽ മുൻതൂക്കം PSG-ക്ക് ആയിരുന്നു. പാസിംഗ് അക്യൂറസി ഒക്കെ PSG-ക്ക് ആയിരുന്നു. പിന്നെ ഇതിൽ ഈ ഒരു കളിയിൽ ഏറ്റവും ഒരു പ്രധാനപ്പെട്ട കാര്യം എന്നുള്ള, ഇപ്പം ഡെംബലയുടെ ഗോൾ ഉണ്ടെങ്കിൽ പോലും അതിലൊരു നിർണായകമായ റോള് വഹിച്ചത് നമുക്കറിയാം. ഒന്ന് ഡൊണാരുമയുടെ തകർപ്പൻ സേവുകളാണ്, അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ്. പിന്നെ ജാവോ നെവസ് ഗംഭീര പെർഫോമൻസ് ആണ് PSG-ക്ക് വേണ്ടി കാഴ്ചവെച്ചത്. കാരണം പാസിംഗ് ആണെങ്കിലും പിന്നെ ടാക്കിളുകളാണെങ്കിലും പിന്നെ മിക്കൽ മെറീനോയുടെ ഒരു ഗോളാവാൻ സാധ്യതയുള്ള ഒരു നീക്കം മുളയിലെ തന്നെ നുള്ളാൻ
ജാവോ നെവസിന് സാധിച്ചു. ഒരു ഓൾറൗണ്ട് മികവ് നെവസിന്റെ ഭാഗത്തു നിന്നുണ്ടായി. വിറ്റിനിയുടെ പെർഫോമൻസ് നമുക്കറിയാം, അതിങ്ങനെ ആസ് യൂഷ്വൽ മികച്ച രീതിയിൽ തന്നെ പോകുന്നുണ്ട്. അതിനൊപ്പം ജാവോ നെവസും നല്ല പെർഫോമൻസ് ആണ് കാഴ്ചവെച്ചത്. മിഡ്ഫീൽഡ് ബാറ്റിൽ നമ്മൾ ആദ്യം പറഞ്ഞിരുന്നു, ആ മിഡ്ഫീൽഡ് ബാറ്റിൽ ആര് വിജയിക്കും എന്നുള്ളത് ഈ ഒരു മത്സരത്തിന്റെ ഗതിയെ ബാധിക്കും എന്നുള്ളത്. എന്തായാലും മിഡ്ഫീൽഡ് ബാറ്റിൽ കറക്റ്റായിട്ട് തന്നെ വിജയിക്കാൻ PSG സാധിച്ചു എന്നുള്ളതാണ്. പിന്നെ ഡെക്ലാൻ റൈസിന് ഫ്രീ ആയിട്ടുള്ള റോളിൽ കളിക്കാൻ പറ്റിയില്ല, കാരണം തോമസ് പാർട്ടിയുടെ അഭാവം അതൊരു വലിയ തിരിച്ചടി തന്നെയായിരുന്നു. ആർസണലിന്റെ ഒരു ബാലൻസ് അതുവഴി ഇല്ലാതായിപ്പോയി. കാരണം തോമസ് പാർട്ടി ഇല്ലാത്തതോടുകൂടി ആ റോളിൽ, ലീപ്പർ റോളിൽ, ഡിഫൻസീവ് മിഡ്ഫീൽഡർ റോളിൽ ഡെക്ലാൻ റൈസിന് കളിക്കേണ്ടി വന്നു. പക്ഷേ റൈസിന് ആ ഒരു അവസരത്തിനൊത്ത് വരാൻ സാധിച്ചില്ല. കഴിഞ്ഞ ലെഗുകളിലേക്ക് അല്ലെങ്കിൽ ക്വാർട്ടർ മത്സരങ്ങളിലെ ഒന്നും പെർഫോമൻസ് അദ്ദേഹത്തിന് കാഴ്ചവെക്കാൻ സാധിച്ചില്ല. പിന്നെ ഒഡേഗാർഡ് ഒരു വൻ പരാജയം തന്നെയായിരുന്നു. പലപ്പോഴും കളി സ്ലോ ആവാൻ കാരണം, ആർസണലിന്റെ ആ ഒരു അറ്റാക്കിലെ ആ ഒരു ട്രാൻസിഷനെ ബാധിക്കുന്ന രീതിയിൽ കളി സ്ലോ ആവാൻ കാരണം ഈ ഒഡേഗാർഡിന്റെ ഒരു കോൺഫിഡൻസ് ഇല്ലായ്മയായിരുന്നു. ഒഡേഗാർഡ് ഇപ്പോഴും ആ ഒരു ഫോമിലേക്ക് തിരികെ എത്തിയില്ല. സ്റ്റാർട്ടിംഗ് 11-ൽ അദ്ദേഹത്തെ ആർട്ടേറ്റ ഇറക്കിയതിൽ ഇപ്പോൾ വലിയ വിമർശനമൊക്കെ വരുന്നുണ്ട് ഫാൻസിന്റെ ഭാഗത്ത് നിന്ന്. പിന്നെ മാർട്ടിനെല്ലി ആണെങ്കിലും ക്ലിനിക്കൽ അല്ല, കിട്ടുന്ന അവസരങ്ങൾ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്നില്ല. ഇതൊക്കെ ഒരു നെഗറ്റിവിറ്റി ആയിട്ട് തോന്നി ആർസണലിന്റെ. കാരണം നമുക്കറിയാം, മിക്കൽ മേറിയുടെ ഒരു സ്ട്രൈക്കർ എന്നുള്ള രീതിയിൽ അത്യാവശ്യം സെറ്റായി വരികയായിരുന്നു. പക്ഷേ ഈ മത്സരത്തിൽ പാട്ടയില്ലാത്തതുകൊണ്ട് ലെഫ്റ്റ് മിഡ്ഫീൽഡറുടെ റോളിൽ കളിക്കേണ്ടി വന്നു. അതും ഒരു മൊത്തം ബാലൻസിനെ ബാധിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. പിന്നെ ഡെമ്പലയുടെ പരിക്ക് വലിയ പരിക്കൊന്നല്ല, അദ്ദേഹത്തിന് അടുത്ത ലെഗിൽ, സെമിഫൈനലിന്റെ 2ാം ലെഗിൽ പാരീസിൽ കളിക്കാൻ പറ്റുമെന്നാണ് അറിയാൻ കഴിയുന്നത്. അപ്പം ഈ ഒരു മത്സരത്തിൽ ഫൈനലി നമുക്ക് പറയുകയാണെങ്കിൽ ആർസണലിന്റെ താളം നഷ്ടപ്പെട്ടു എന്നുള്ളത് തന്നെയാണ്. PSG നല്ല രീതിയിൽ തന്നെ കളിച്ച് വളരെ ഇന്റലിജന്റ് ആയിട്ട് ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള ഒരു സ്ക്വാഡിന്റെ ആ ഒരു റിസൾട്ട് കൂടിയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. നിങ്ങൾക്ക് എന്താണ് ഈ തോന്നുന്നത്? ഈ ഒരു മത്സരത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തണേ.